Hi all! In this video, we are going to discuss a short summary about the movie Chidambaram by G. Aravindan. ഈ ഒരു മൂവി റിലീസ്ഡ് ആകുന്ന ഇയർ 1985 ആണ്. നമുക്കിനി ജി അരവിന്ദനെ കുറിച്ച് നോക്കാം. ഹി വാസ് ആൻ ഡയറക്ടർ ഹു ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി പയനിയേഴ്സ് ഓഫ് ഇന്ത്യൻ ന്യൂ വേവ് മൂവ്മെൻറ്റ്. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റും ഒരു പെയിൻറ്ററും ആയിരുന്നു. നമുക്കിനി ഇദ്ദേഹത്തിൻ്റെ ഫിലിംസ് നോക്കാം. ഫസ്റ്റ് ഫിലിം ഉത്തരയാനം, റിലീസ്ഡ് ഇൻ ദ ഇയർ 1974. സെക്കൻഡ് കാഞ്ചന സീത. തേർഡ് വൺ താമ്പു. അതർ ഫിലിംസ് ആ പോക്കുവയിൽ, ഒരിടത്ത്, ചിദംബരം നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവാർഡഡ് ഹിം ദി പത്മശ്രീ ഇൻ 1990. ഈ ഒരു മൂവിയുടെ ഷോർട്ട് സ്റ്റോറി എഴുതുന്നത് CV ശ്രീരാമനാണ്. ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രീൻ പ്ലേ ഒക്കെ ജി അരവിന്ദൻ തന്നെയാണ്. മൂവി റിലീസ്ഡ് ഓൺ March 8, 1985. ഈ ഒരു ഫിലിമിലെ ക്യാരക്ടേഴ്സ് നോക്കാം. ശ്രീനിവാസൻ, ഭരത് ഗോപി, സ്മിത പട്ടേൽ, മുരളി, ഇന്നസെൻറ്റ്, നെടുമുടി വേണു ആൻഡ് മോഹൻദാസ്. ഈ ഫിലിമിൽ ഇവരുടെ ക്യാരക്ടർ നെയിംസ് പറയാം. ശ്രീനിവാസൻ മുനിയാണ്ടി ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഭരത് ഗോപി എസ് ശങ്കരൻ, സ്മിത പാട്ടേൽ ശിവകാമി, മുരളി ചെറിയാൻ, ഇന്നസെൻറ്റും നെടുമുടി വേണുവിനും അവരുടെ സ്വന്തം പേരുകൾ തന്നെയാണ് ഈ ഫിലിമിലും. ആൻഡ് ഡോക്ടർ മോഹൻദാസ് എസ് ജേക്കബ്. ഇനി നമുക്ക് ഫിലിമിനെ കുറിച്ച് നോക്കാം. ഈ ഒരു ഫിലിം മലയാളത്തിലും തമിഴ് ഇൻഡസ്ട്രിയിലും നല്ലൊരു വൈഡ് അക്സെപ്റ്റൻസ് കിട്ടിയൊരു മൂവിയാണ്. ഈ ഒരു ഫിലിമിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാട്ടുപ്പെട്ടിയിലാണ്, നിയർ മൂന്നാർ ഇൻ ഇടുക്കി ഡിസ്ട്രിക്റ്റ്. ആൻഡ് ദി ഫിലിം ഹാസ് റിസീവ്ഡ് മെനി അവാർഡ്സ് ആഫ്റ്റർ ഇറ്റ്സ് റിലീസ്. ഒത്തിരി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ദ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം, കേരള സ്റ്റേറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് ഡയറക്ടർ, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഫിലിം, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ. ഭരത് ഗോപിക്ക് ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടിയത് ഈ മൂവിയിൽ നിന്നിട്ടാണ്. ഭരത് ഗോപിയാണ് ശങ്കരൻ എന്ന ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. അദ്ദേഹം ഒരു കാറ്റിൽ ഫീൽഡിലെ ഓഫീസറാണ്, ഒരു സൂപ്രണ്ടാണ്. ആസ് എ ഫ്രണ്ട്ലി മാനർ, നല്ലൊരു നല്ലൊരു ക്യാരക്ടറായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഹില്ലി ഏരിയ നിയർ കാറ്റിൽ ഫീൽഡിലാണ് ഈ ഒരു സ്റ്റോറി ഫുള്ളായിട്ട് ഒക്കർ ചെയ്യുന്നത്. അവിടുത്തെ ഫീൽഡ് സൂപ്രണ്ടാണ്, ഒരു കാറ്റിൽ ഫീൽഡിലെ മറ്റൊരു ഫീൽഡ് സൂപ്രണ്ടാണ് ജേക്കബ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഒരു സീരിയസ് ആയിട്ടുള്ള മാനാണ്. നമുക്ക് ശ്രീനിവാസൻ, ഫസ്റ്റ് ആ ഒരു മൂവി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജാണ്. ശ്രീനിവാസനാണ് മുനിയാണ്ടിയായിട്ട് അഭിനയിക്കുന്നത്. ഹി ലിവ്സ് ഇൻ എ തമിഴ് വില്ലേജ് ആൻഡ് ഹി ഈസ് എ വർക്കർ ഇൻ കാറ്റിൽ ഫീൽഡ്. കാറ്റിൽസിനെ നോക്കുന്നതും ക്ലീനിങ്ങും പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് വരുന്നതും കൊടുക്കുന്നതും നല്ലതായിട്ട് ടേക്കിൻ കെയർ ചെയ്യുന്ന ആളാണ് മുനിയാണ്ടി. ഒരു ദിവസം മുനിയാണ്ടി ശങ്കറിനോട് വന്നിട്ട് പറയും, എനിക്ക് വില്ലേജിലേക്ക് പോകണം, തിരിച്ച് എൻ്റെ നാട്ടിൽ പോകണം, എൻ്റെ വിവാഹമാണ്, അതുകൊണ്ട് എനിക്ക് ലീവ് വേണം. ഒരു 15 ദിവസത്തെ ലീവിനാണ് ചോദിക്കുന്നത്. ശങ്കരൻ ഓക്കെ പറയുമെങ്കിലും അയാൾ ജേക്കബിനോടും കൂടെ ആലോചിച്ചിട്ടാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. കാരണം അയാൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളാണ്. ശങ്കരൻ പെട്ടെന്ന് ഈ കാര്യം ചെന്ന് ജേക്കബിനോട് പറയുമ്പോൾ ഇയാൾ പറയും, മാരേജിനൊക്കെ പോയിക്കോട്ടെ, പക്ഷെ 15 ദിവസം ലീവൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. മാരേജ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ വൈഫുമായിട്ട് തിരിച്ച് ഈ കാറ്റിൽ ഫീൽഡിലേക്ക് തന്നെ വന്ന് ജോലി തുടങ്ങണം എന്ന് പറയും. കാരണം സീസണാണ്, അതുകൊണ്ട് ഒത്തിരി ജോലിയുണ്ട്, അതുകൊണ്ട് ഇത്രയും ദിവസത്തെ ലീവൊന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഹി അക്സെപ്റ്റഡ്. പിന്നെ നമ്മൾ കാണുന്നത് ശങ്കരൻ മുനിയാണ്ടിയെ കള്ളു കുടിക്കാനായിട്ട് വിളിക്കുന്നതാണ്. ആദ്യം ഈ മുനിയാണ്ടി അത് ഡിനൈ ചെയ്യുന്നു. കാരണം അയാൾ കുറച്ച് ദൈവവിശ്വാസിയും അങ്ങനെയൊന്നും അതൊക്കെ ചെയ്യുന്ന തെറ്റാന്നൊക്കെ വിചാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആദ്യം അത് ഡിനൈ ചെയ്യും. പക്ഷേ ശങ്കരൻ ഇങ്ങനെ പ്രസ് ചെയ്ത് പറയുമ്പോൾ ഹി ടു അക്സെപ്റ്റ് ആൻഡ് ഹി ഡ്രിങ്ക്സ്. ഒരു 2 ഗ്ലാസ് ഓഫ് ലിക്കർ കുടിക്കുന്നുണ്ട്. അതിനുശേഷം ശങ്കരനാണ് ഇയാളെ തിരിച്ച് താമസിക്കുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം കുറച്ച് ആയിപ്പോയി. നെക്സ്റ്റ് ഡേ മുനിയാണ്ടിയുടെ മാരേജാണ്. മുനിയാണ്ടി നാട്ടിലേക്ക് പോയി, ഒപ്പം ശങ്കരനും പോയി. അയാൾ കുറച്ച് ഫോട്ടോഗ്രാഫിയിലൊക്കെ കുറച്ച് ക്രൈസ് ഉള്ള ആളാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു നേച്ചർ, ആ ഒരു മാരേജ് സീനൊക്കെ ഫോട്ടോ എടുക്കാനായിട്ടാണ് ശങ്കരനും മുനിയാണ്ടിക്കൊപ്പം പോകുന്നത്. എന്നിട്ടാണ് നമ്മൾ കാണുന്ന ഒരു ഫീമെയിൽ ആക്ട്രസ് ശിവകാമി മുനിയാണ്ടിയുടെ മാരേജ് കഴിഞ്ഞു. അപ്പോൾ ജേക്കബ് പറഞ്ഞ പ്രകാരം മാരേജ് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തന്നെ അന്ന് തന്നെ പാക്ക് ചെയ്ത് വരണം എന്നാണ്. അങ്ങനെ മുനിയാണ്ടിയും ശിവകാമിയും കൂടെ ഈ ജോലി സ്ഥലത്തിലേക്ക് വന്നു, ആ കാറ്റിൽ ഫീൽഡിലേക്ക് വന്നു.
ആ ഒരു തിരിച്ചു വരവ് ഇങ്ങനെ വരുന്നത് ശങ്കരൻ ഈ ക്വാർട്ടേഴ്സിൻ്റെ ഒരു വിൻഡോസിലൂടെ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയും നല്ല മാച്ചായിട്ടുള്ള കപ്പിൾസാണ്, നല്ല ജോഡി എന്നൊക്കെ അവിടെ നിന്നിങ്ങനെ പറയും. ശിവകാമിയും മുനിയാണ്ടിയും അവിടെ സെറ്റിൽഡായി പിറ്റേ ദിവസം തൊട്ട് ജോലിക്കൊക്കെ പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ ശിവകാമിക്ക് ആദ്യം ഈ ഒരു കൾച്ചർ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവളുടെ സാഹചര്യം അതൊന്നും ആയിരുന്നില്ല. ഇവിടുത്തെ ആ ഒരു പച്ചപ്പ്, ഗ്രീനറി, നേച്ചർ, ഫ്ലവേഴ്സ് ഒക്കെ അവൾക്ക് എല്ലാം പുതിയതായിട്ടാണ് തോന്നിയത്. പക്ഷേ പിറ്റേ ദിവസം ഇവളും കാറ്റൽ ഫീൽഡിൽ മുനിയാണ്ടിക്കൊപ്പം പോയി. ആദ്യമൊക്കെ വളരെ ഡിസ്റ്റർബിങ് ആയിരുന്നു പുതിയൊരു കൾച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ബട്ട് ഓട്ടോമാറ്റിക്കലി ഷീ ഗോട്ട് അഡ്ജസ്റ്റഡ് ടു ദാറ്റ് അറ്റ്മോസ്ഫിയർ. പിന്നെ മോർണിംഗ് ടൈം എന്നും മുനിയാണ്ടി വാക്കിന് പോവും, രാത്രിയാണ് തിരിച്ചു വരുന്നത്. ആ സമയം അത്രയും സമയവും ഈ ശിവകാമിക്ക് അവിടെ ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഭയങ്കരമായ അലോണസ് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് അറ്റ് ദി സെയിം ടൈം മുനിയാണ്ടി ഒരു ലവിങ് ആയിട്ടൊരു ഹസ്ബൻഡ് ആണെങ്കിലും കാറ്റൽസിനോടൊക്കെ ഇങ്ങനെ ഇടപഴകുന്നതുകൊണ്ടാകാം കൂടുതലും അതിങ്ങനെ എക്സ്പ്രസ് ചെയ്യാറില്ല. ബട്ട് ഹി വാസ് എ നൈസ് മാൻ, നൈസ് ജെൻറ്റിൽമാൻ. പിന്നെ ശങ്കരൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ ആദ്യം പറഞ്ഞാണ്. ഹീസ് എ ഗുഡ് ആൻഡ് ജെൻറ്റിൽ, എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ശിവകാമിയോടും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ ശിവകാമി ആദ്യമൊക്കെ അത് ഡിനൈ ചെയ്യുമായിരുന്നു. വലിയ ഇൻട്രസ്റ്റോ താല്പര്യത്തോടോ ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു. ആരുമായിട്ടും അറ്റാച്ച്ഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് ഷൈനസ് ആയിരുന്നു. ബട്ട് ഗ്രാജ്വലി ഷീ ടു ഗോട്ട് അറ്റാച്ച് ടു ഹിം. നല്ല ഫ്രണ്ട്ലി ആയി, ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഇഷ്ടപ്പെടും, അതൊക്കെ ഡിനൈ ചെയ്യാതെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഒരു ഡേ ശങ്കരൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു കാർ വന്ന് സ്റ്റോപ്പ് ആവുന്നു പെട്ടെന്ന്. അതിലിങ്ങനെ നോക്കുമ്പോൾ 2 ഫിലിം ആക്ടേഴ്സായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇന്നസെൻറ്റും നെടുമുടി വേണുവുമായിരുന്നു. ഈ ഫിലിമിലും അവർക്ക് സെയിം പേരുകൾ തന്നെയായിരുന്നു. അവരൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വന്നതായിരുന്നു അവിടെ. അങ്ങനെ ശങ്കരൻ ഈ നെടുമുടി വേണു ഇന്നസെൻറ്റിനെയൊക്കെ ഒരു എലോൺ പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ജേക്കബും ഇവരോടൊപ്പം പോകുന്നുണ്ട്. അവരോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കുന്നു, ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്നു. പക്ഷെ ആ സമയത്ത് ജേക്കബ് ശങ്കരനെ ഒത്തിരി കളിയാക്കുന്നുണ്ട് ഈ ശിവകാമിയുടെ പേര് പറഞ്ഞിട്ട്. കാരണം ശങ്കരൻ എന്തോ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ, കുറച്ച് കെയറൊക്കെ കൂടുതലാണെന്ന് ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ ആ പേരിൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടാവുന്നു. അവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ ഉണ്ടാവുന്നു കളിയാക്കിയതിന് ശേഷം. പക്ഷേ ഇവരെല്ലാവരും തിരിച്ച് ആ ഒരു ഓപ്പൺ പ്ലേസ് വിട്ടിട്ട് പോയിട്ടും ശങ്കരൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യും. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്, ശിവകാമിയെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് പിറ്റേ ദിവസം അറിയുന്നത് ജേക്കബിന് ട്രാൻസ്ഫറായി വേറൊരു സ്ഥലത്തിലേക്ക് പോകണമെന്ന് പറയുന്നു. പക്ഷെ തലേ ദിവസത്തെ ആ ഒരു ഫൈറ്റൊന്നും മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ശങ്കരൻ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട്. അങ്ങനെ ജേക്കബ് പെട്ടെന്ന് വന്നിട്ട് മുനിയാണ്ടിയോട് പറയും ശിവകാമിക്കൊരു ജോബ് ഓഫർ ചെയ്യുന്നൊരു ന്യൂസുമായിട്ട് വന്ന് പറയാനായിട്ട് വരും. പക്ഷേ മുനിയാണ്ടി വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അയാൾക്ക് അവളെയും കൂടെ ഒരു കാറ്റൽ ഫീൽഡിലേക്ക് വർക്കിങ്ങിന് വിടാനായിട്ട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതിൽ നല്ലൊരു ദേഷ്യം ഉണ്ടായിരുന്നു ജേക്കബിന്. ആ ദേഷ്യത്തിൽ ജേക്കബ് പറയും, മുനിയാണ്ടിയോട് പറയും, ഇനി മുതൽ നിനക്ക് നൈറ്റ് ഷിഫ്റ്റാണ്, നീ ഇനി അങ്ങനെ ജോലി ചെയ്താൽ മതി എന്ന് പറയും. പക്ഷെ മുനിയാണ്ടി അത് അക്സെപ്റ്റ് ചെയ്യും, നൈറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അയാൾ നൈറ്റ് വർക്കിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഡേ അതിങ്ങനെ നല്ലൊരു ഡാർക്ക്നെസ് ആണ് അപ്പോൾ അവിടെ ഫിലിമിൽ കാണിക്കുന്നത്. പെട്ടെന്നൊരു ബൈക്ക് ആ ഒരു ഇരുട്ടിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന പോലെ ഇയാൾ ആ സൗണ്ട് ഇങ്ങനെ കേൾക്കും. മുനിയാണ്ടി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. വൈ? ബിക്കോസ് ഹിസ് വൈഫ് ഈസ് അലോൺ ഇൻ ദി ഹൗസ്. രാത്രിയാണ്, ഒറ്റയ്ക്കാണ്, നല്ല ഇരുട്ടായിട്ടുള്ളൊരു സ്ഥലവുമാണ്, അത്ര പരിചയമില്ലാത്തൊരു ഏരിയയുമല്ലേ. അപ്പോൾ ഇയാൾക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും ഓടിപ്പോണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് പോയി വാതിലിങ്ങനെ മുട്ടുന്ന സമയത്ത് ആരും അവിടെ ഓപ്പൺ ചെയ്യത്തില്ല. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ബാക്ക് ഡോറിലൂടെ ആരോ ഇങ്ങനെ പെട്ടെന്ന് ഇറങ്ങി ഓടുന്നതാണ് ഈ മുനിയാണ്ടി കാണുന്നത്. അപ്പോൾ അതിങ്ങനെ ഡൗട്ട് തോന്നിയത് ജേക്കബ് ആണോ, ആ ഒരു ദേഷ്യത്തിൽ ജേക്കബ് എന്തെങ്കിലും ചെയ്യാൻ വന്നതാണോ എന്നൊക്കെ തോന്നിയിരുന്നുവെങ്കിലും പിന്നീടാണ് മനസ്സിലായത് അത് ജേക്കബ് ആയിരുന്നില്ല, ശങ്കരൻ ആയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ട്രസ്റ്റൊക്കെ ഇയാൾക്ക് അവിടെ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. ഒത്തിരി ആ ഡോറിൻ്റെ അവിടെ ഇരുന്ന് ഇയാൾ കരഞ്ഞു. വൈ? ബിക്കോസ് ശിവകാമിയെയും ശങ്കരനെയും ഇയാൾ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അതിങ്ങനെ ചതിക്കുവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ ഭയങ്കരമായിട്ട് അവിടെ ഇരുന്ന് കരയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ഒരു നെക്സ്റ്റ് ഒരു മോർണിംഗിൽ ഒത്തിരി ആൾക്കാരിങ്ങനെ ആ ഒരു കാറ്റൽ ഫാമിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഗ്യാദർ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. വൈ? ബിക്കോസ് മുനിയാണ്ടി അറ്റംപ്റ്റഡ് ടു സൂയിസൈഡിനെ ഒരു വുഡൻ ബീമിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു മുനിയാണ്ടിയാണ് പിന്നെ പെട്ടെന്ന് പിറ്റേ ദിവസം എല്ലാവരും കാണുന്നത്. ആ ഒരു വിഷമത്തിൽ അങ്ങനെ ചെയ്തതായിരുന്നു. അപ്പോൾ ശങ്കരൻ അറിയാം
ശങ്കരന് എന്താണ് ഭയങ്കരമായിട്ട് ഗിൽറ്റും ടെൻസ്ഡൊക്കെ ഇങ്ങനെ ആവുന്നുണ്ട്. കാരണം ശങ്കരനെ തലേ ദിവസം മുനിയാണ്ടി അവിടെ വെച്ച് കണ്ടിരുന്നു അല്ലേ. അങ്ങനെ ഇയാൾ ആ ഒരു പേടിച്ച് ഇയാൾ ഭയന്ന് ഓടുകയാണ് ചെയ്യുന്നത്. ഓടി ക്വാർട്ടേഴ്സിലൊക്കെ പോവും. അവിടെ ബെഡിൽ തന്നെ അയാളിങ്ങനെ സ്റ്റേ ചെയ്യും. 2-3 ദിവസം വാതിലൊന്നും തുറക്കാതെ ആരോട് സംസാരിക്കാതെ ആ ഒരു ക്വാർട്ടേഴ്സിൽ തന്നെ സ്റ്റേ ചെയ്യും. എന്നിട്ട് ആ ഒരു കാറ്റൽ ഫീൽഡിൽ ആ ഒരു സൂപ്പർവൈസർ ജോബ്, ആ സൂപ്രണ്ട് ജോബൊക്കെ ഇയാൾ ലീവ് ചെയ്യുന്നു. കാരണം എന്താ, അത്രയ്ക്കും ഗിൽറ്റ് ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ മുഴുക്കുടിയനായിട്ട് ഇയാൾ മാറി. അങ്ങനെ ഒരു ദിവസം ഇയാളുടെ മറ്റു കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് ഒരു ജോബൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊന്നും അയാൾക്ക് വലിയ കംഫർട്ടൊന്നും തോന്നുന്നില്ല. അതും ഇയാൾ ഡിനൈ ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. കാരണം ഈ അത്രയ്ക്കും ഫ്രസ്ട്രേഷൻ ഇങ്ങനെ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് റിലീജിയസ് പാത്തിലേക്ക് പോവൂ, ദൈവവിശ്വാസം, അതിൽ പ്രാർത്ഥിക്കൂ, അതിൽ മുഴുകൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇയാൾ ഒരു റിലീജിയസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഇയാൾ ചിദംബരം എന്ന് പറയുന്ന ടെമ്പിളിലേക്ക് പോകുന്നത്. തമിഴ്നാട്ടിലുള്ളൊരു ടെമ്പിളാണ്. ലോർഡ് ശിവയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അങ്ങനെയാണ് നമ്മുടെ ഈ ഫിലിമിനും അങ്ങനെ ഒരു ടൈറ്റിൽ വരുന്നത്, ചിദംബരൻ എന്ന ടൈറ്റിൽ വരുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ അമ്പലത്തിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പോകുമ്പോൾ ചപ്പലൂരി പുറത്തേക്ക് ഇടാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ കാണുന്നു. പക്ഷേ അയാൾ ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി അകത്ത് പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് ചെരുപ്പിടാനായിട്ട് പോകുമ്പോഴാണ് അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്ന ഇയാൾ വീണ്ടും ശ്രദ്ധിക്കുന്നത്. അയാളുടെ സാരി കൊണ്ടിട്ട് ഇങ്ങനെ ഫേസ് മറച്ചിരുന്നു. പെട്ടെന്ന് അവരിങ്ങനെ സാരി മുഖത്തുനിന്ന് ഇങ്ങനെ മാറ്റിയപ്പോഴാണ് ഇയാൾ ആ ഒരു സ്ത്രീയുടെ ഫേസ് കാണുന്നത്. അത് ശിവകാമി ആയിരുന്നു. അവിടെ വെച്ച് ഈ ഒരു ഫിലിം എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫിലിമിൻ്റെ ഒരു ഷോർട്ട് സമ്മറി. ഹോപ്പ് യു ഓൾ ഗോട്ട് അണ്ടർസ്റ്റാൻഡ്. താങ്ക്സ് ഫോർ ഹിയറിങ്.